ന്യൂ ഇയറിന് നിങ്ങൾ ഈ വർഷം റെസൊല്യൂഷൻ എടുത്തിട്ടുണ്ടോ? അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 30 ദിവസം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? അല്ല നിങ്ങൾ ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ? നമുക്ക് പലർക്കും മാറ്റം ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ നമ്മൾ പലരും ആ മാറ്റത്തിലേക്ക് എത്തിപ്പെടുന്നില്ല എന്നുള്ളതാണ് സത്യം. ദി മിറാക്കിൾ മോർണിംഗ് എന്ന പുസ്തകത്തിൽ ഹാൾ എൽറോഡ് നമ്മളെ പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊണ്ടല്ല നിങ്ങൾ വളരുന്നത്, അസൗകര്യം നമ്മൾ സഹിക്കുന്നത് കൊണ്ടാണ് നമ്മൾ വളരുന്നത്. ഞാൻ അംബിക അജേഷ്, സർട്ടിഫൈഡ് ഹാപ്പിനെസ് കോച്ച് ആൻഡ് മൈൻഡ് പവർ ട്രെയിനർ. എൻ്റെ ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ദി മിറാക്കിൾ മോർണിംഗ് എന്ന പുസ്തകത്തിലെ കുറച്ച് പോയിന്റ്സ് ഞാൻ ഷെയർ ചെയ്യാം. ഫസ്റ്റ് വൺ, ഗ്രോത്ത് ഓൾവേസ് ഫീൽ അൺകംഫർട്ടബിൾ. ഒരു കുഞ്ഞ് നടക്കാൻ ശ്രമിക്കുമ്പോൾ പലതവണ വീഴും. ആക്ച്വലി ആ ഒരു വീഴ്ച പരാജയമാണോ? ഒരിക്കലുമല്ല. അതെന്താണ്? വളർച്ചയുടെ ഭാഗമാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ ആദ്യമായിട്ട് മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മുടെ മനസ്സ് ഭയങ്കരമായിട്ട് അലയും. അല്ലെങ്കിൽ നമുക്ക് എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മളെന്താ, ശരീരം വേദനിക്കും. ആദ്യമായി ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊരു ഒരു ഇഷ്ടമില്ലായ്മ ഒരു ഫീൽ ചെയ്യും. ഇതൊക്കെ ആക്ച്വലി നോർമലാണ്. അങ്ങനെ നിങ്ങൾ ആ ഒരു എന്താ, നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യം നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ അത് എന്ന് വെച്ചാൽ ആ ഒരു അസൗകര്യം വളർച്ചയുടെ ഒരു അടയാളമാണെന്ന് നമുക്ക് പറയാം. നെക്സ്റ്റ് പോയിന്റ് എന്ന് വെച്ചാൽ യുവർ ബ്രെയിൻ ലവ്സ് ഫെമിലിയാരിറ്റി. നമ്മുടെ ബ്രെയിനിന് ആക്ച്വലി എന്താണ് ഇഷ്ടം എന്നറിയാം? പഴയ കാര്യങ്ങൾ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നതാണ് ഇഷ്ടം. എന്നുവെച്ചാൽ ബ്രെയിൻ ഈസ് ആക്ച്വലി പ്രൊട്ടക്റ്റിംഗ് ദി ഓൾഡ് ഐഡൻറ്റിറ്റി എന്ന് പറയാം. നമ്മൾ രാത്രി കിടക്കുമ്പോൾ നമ്മൾ ബോധപൂർവ്വം കോൺഷ്യസ് ആയിട്ട് അലാം വെച്ചിട്ട് കിടക്കും. പക്ഷേ നമ്മളതെന്തെന്ന് രാവിലെ അത് സ്നൂസ് ചെയ്ത് പോകും. അതുപോലെ എന്ന് വെച്ചാൽ മെഡിറ്റേഷൻ ചെയ്യാൻ തീരുമാനിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? ഇൻസ്റ്റയും FB ഒക്കെ നോക്കിയിട്ട് നമ്മുടെ ടൈം ഒരുപാട് നമ്മൾ കളയും. അടുത്ത പ്രോബ്ലം എന്ന് വെച്ചാൽ അടുത്ത പ്രശ്നം അടുത്ത പോയിന്റ് എന്ന് വെച്ചാൽ ദി പ്രോബ്ലം ഈസ് നോട്ട് ലേസിനെസ്. എല്ലാവരും പറയും എനിക്ക് ഡിസിപ്ലിൻ ഇല്ല, ഞാൻ ലേസിയാണ്. ഹാൾ എൽട്രോഡ് പറയുന്നത് ഇത് ലേസിനെസ് അല്ല. എന്താണ് ഇതൊരു തരത്തിൽ എന്ന് വെച്ചാൽ ഹാബിറ്റ് റെസിസ്റ്റൻസ് എന്ന് പറയാം. വെച്ചാൽ ശീലങ്ങൾക്കെതിരെയുള്ള ഒരു പ്രതിരോധം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഏതൊരു പുതിയ ശീലത്തിനും തുടക്കത്തിൽ ഒരു റെസിസ്റ്റൻസ് ഉണ്ടാകും. റെസിസ്റ്റൻസ് വന്നാൽ നിർത്തുന്നവരാണ് ആക്ച്വലി പരാജയപ്പെടുന്നത്. റെസിസ്റ്റൻസ് വന്നാലും മുന്നോട്ട് തന്നെ പോകുന്നവരാണ് എന്താണ് ലൈഫിൽ വിജയിക്കുന്നത്. നെക്സ്റ്റ് പോയിന്റ്, ഡോണ്ട് ട്രസ്റ്റ് യുവർ ഫീലിങ്സ്. ഒരു വലിയ തെറ്റെന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ വിചാരിക്കും, ഫീൽ മോട്ടിവേറ്റഡ് ദെൻ ആക്ട്. സത്യം എന്താണെന്ന് വെച്ചാൽ ആക്ട് ഫസ്റ്റ് ദെൻ മോട്ടിവേഷൻ ഫോളോസ്. നിങ്ങൾക്ക് എക്സസൈസ് ചെയ്യാൻ തോന്നുന്നില്ലേ? അപ്പോൾ നിങ്ങൾ എന്താക്കണം അറിയാം, എക്സസൈസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ മോട്ടിവേഷൻ താനേ വരും. മെഡിറ്റേഷൻ ചെയ്യാൻ തോന്നില്ലേ? അല്പനേരം ഇരുന്ന് നോക്കും, നിങ്ങളുടെ മനസ്സ് ഉറപ്പായിട്ടും ശാന്തമാകും. നെക്സ്റ്റ് വൺ, ഐഡൻറ്റിറ്റി ചേഞ്ച് ഇസ് ദി റിയൽ ഗോൾ. എനിക്ക് ഒരു 5 kg കുറയ്ക്കണം എന്ന് പറയുന്നതിന് പകരം ഞാനൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ നയിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് പറയുന്നതാണ് എന്താണ് ഒന്നുകൂടി ബെറ്റർ. അപ്പോൾ ഐഡൻറ്റിറ്റി മാറുമ്പോൾ നമ്മുടെ ലൈഫ് തന്നെ മാറും. അതിനൊരു എക്സാമ്പിൾ എന്ന് വെച്ചാൽ ഐ വാണ്ട് ടു മെഡിറ്റേറ്റ് എന്ന് ഒരാൾ പറയുന്നത്, അടുത്തൊരാൾ പറയുന്നത് ഐ ആം എ പേഴ്സൺ ഹു മെഡിറ്റേറ്റ്സ് ഡെയിലി. അപ്പോൾ ഏതാണ് കുറച്ചും കൂടി ശക്തം? രണ്ടാമത്തെ ആൾ പറഞ്ഞതാണ് കുറച്ചും കൂടി ഒന്നും കൂടി ഒരു ശക്തമായെന്ന് പറയാം. ഇനി അടുത്തത്, സ്മോൾ ഡെയിലി ആക്ഷൻസ് ക്രിയേറ്റ് മിറാക്കിൾസ്. ഒരു വലിയ വൃക്ഷം ഒറ്റ ദിവസം കൊണ്ട് വളരുന്നില്ല, ഒരു ചെറിയ വിത്ത് ദിവസേന വളർന്നു പോകുന്നു. അതുപോലെ നമ്മൾ അല്പസമയം മെഡിറ്റേഷൻ, ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാൻ അല്ലെങ്കിൽ റീഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്കിത് ചെറുതായി തോന്നും, പക്ഷെ കണ്ടിന്യൂസ്ലി ചെയ്യുമ്പോൾ എന്തായാലും നമുക്ക് മാറ്റം നമ്മുടെ ലൈഫിൽ വരും. അടുത്തതെന്ന് വെച്ചാൽ സക്സസ് എന്ന് വെച്ചാൽ ഒരു ബോറിംഗ് എന്ന് പറയും. എന്ന് വെച്ചാൽ പലർക്കും ഈ വാചകം ഇഷ്ടമല്ല. പക്ഷേ സത്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ദിവസേന ഒരേ നല്ല കാര്യങ്ങളാണ് ആവർത്തിക്കുന്നത്. രാവിലെ എഴുന്നേൽക്കുന്നു, മെഡിറ്റേഷൻ ചെയ്യുന്നു, വായിക്കുന്നു. ഇത് പലർക്കും ഒരു ബോറടി ആയിട്ട് തോന്നും. പക്ഷേ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് കൺസിസ്റ്റൻസി ഈസ് മോർ പവർഫുൾ ദാൻ ഇൻറ്റൻസിറ്റി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു 30 ദിവസത്തിന് ദി മിറാക്കിൾ മോർണിംഗിൽ 1 മുതൽ 10 വരെയുള്ള ദിവസത്തിന് അൺബെയറബിൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ അത് 10 ദിവസം ഭയങ്കര ബുദ്ധിമുട്ടുള്ളതാണ്. എന്ന് വെച്ചാൽ രാവിലെ അലാം അടിക്കുമ്പോൾ നമുക്ക് എഴുന്നേൽക്കാൻ തോന്നില്ല. പഴയ ശീലങ്ങൾ നമ്മളെ മാടി വിളിക്കും. അപ്പോൾ പറയും പഴയ ശീലം എന്താണ്? നാളെ തുടങ്ങുക, ഇന്ന് കുറച്ചും കൂടി ഉറങ്ങുക, ഇന്ന് ഒഴിവാക്കുക എന്നുള്ള അത് നമ്മളെ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ആക്ച്വലി ഈ ഘട്ടത്തിൽ നമ്മൾ ആ ഒരു ശീലം അങ്ങനെ നമുക്ക് തോന്നുമ്പോൾ അതിന് പകരം നമ്മൾ എന്തായാലും ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ ചെറുതായി തുടങ്ങും എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് വരണം. പിന്നെ നെക്സ്റ്റ് എന്ന് വെച്ചാൽ ഡേ 11 മുതൽ 20
അൺകംഫർട്ടബിൾ എന്ന് നമുക്ക് പറയാം. അൺകംഫർട്ടബിൾ എന്ന് വെച്ചാൽ ഇപ്പോഴും ശീലം നമുക്ക് പൂർണ്ണമായി ഉറച്ചിട്ടില്ല. പക്ഷേ നമ്മളെ ആവേശം ആദ്യം നമുക്ക് ഭയങ്കര ആവേശമായിരുന്നു. ആദ്യ ദിവസങ്ങളിൽ ആവേശം കുറയും. ഈ സമയത്താണ് പലരും എന്ന് വെച്ചാൽ കൈ വിടുന്ന സമയം എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഈ ഘട്ടത്തിൽ നമ്മളോട് പറയണത് എന്താണ്? ഞാൻ എന്തായാലും ചെയ്യും. ഞാൻ എന്തായാലും ചെയ്യും. കണ്ടിന്യൂ ചെയ്യുമെന്ന് നമ്മൾ പറയണം. ഇനി തേർഡ് ഫേസ് എന്ന് വെച്ചാൽ 21 മുതൽ 30 വരെ. അതെന്താണ്? അൺസ്റ്റോപ്പബിൾ. അപ്പോൾ നമ്മൾ പുതിയ ശീലം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറും. നമുക്കപ്പോൾ പിന്നെ ഒരു ദിവസം പോലും മെഡിറ്റേഷൻ ചെയ്യാതിരിക്കാൻ പറ്റില്ല. എക്സസൈസ് നമ്മൾ ഉറപ്പായിട്ട് നമ്മൾ ആ ഒരു ദിവസം നമ്മൾ എന്തായാലും ചെയ്യും. അപ്പോൾ നമ്മൾ എന്തൊക്കെ തുടങ്ങി വെച്ചു അത് നമ്മുടെ നാച്ചുറലി നമ്മൾ ആരും ഫോഴ്സ് ചെയ്യാണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെയാണ് ആക്ച്വലി നമ്മൾ അൺസ്റ്റോപ്പബിൾ ആകുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു ചെടീനെ നട്ട ഉടനെ നമുക്ക് ഫലം ലഭിക്കില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു, മെഡിറ്റേഷൻ ചെയ്യുന്നു, പിന്നെന്താണ് പുസ്തകം ഒരുപാട് വായിക്കുന്നത്. പക്ഷെ നമ്മൾ കേൾക്കും അയ്യോ എനിക്കൊരു മാറ്റമില്ലല്ലോ എന്ന് വെച്ച് നമ്മൾ സ്റ്റോപ്പ് ചെയ്യരുത്. അപ്പോൾ നമ്മൾ ആരാണ് ഇത് കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ റെഗുലർലി ദിവസങ്ങളോ അല്ലെങ്കിൽ മാസങ്ങളോളം ചെയ്യുന്നത് അവരെ തേടി ഉറപ്പായിട്ടും വിജയം ഉറപ്പായിട്ടും അവരെ തേടി വരും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ നമ്മുടെ ഹാബിറ്റ്സ് സൃഷ്ടിക്കുന്നു. അപ്പോൾ ആ ശീലങ്ങൾ ആക്ച്വലി എന്താണ്? നിങ്ങളെ തന്നെ സൃഷ്ടിക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ദിവസവും ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മുടെ ഭാവി സൃഷ്ടിക്കുന്നത്. നമ്മുടെ ലൈഫ് മാറാൻ വേണ്ടി നമ്മൾ വലിയ തീരുമാനമൊന്നും എടുക്കണ്ട. നമുക്ക് ഒരു ചെറിയ ശീലം മതി. പക്ഷേ അത് നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ആരാണോ ആ ശീലം തുടർന്നു പോകുന്നത് അവർക്ക് ഉറപ്പായിട്ടും ലൈഫിൽ വിജയം എന്തായാലും അവരെ തേടി വരും. താങ്ക് യു സോ മച്ച്.